ഭർത്താവിൻ്റെ അനുജൻ്റെ കൂടെ അത്യാവശ്യത്തിന് ബൈക്കിൽ യാത്ര ചെയ്യുന്നത് ശരിയാണോ? 1-2 പ്രാവശ്യം അങ്ങനെ പോകേണ്ടി വന്നു. പലരും അത് പാടില്ല എന്ന് പറഞ്ഞു. ഒരു മറുപടി തരണം. ചോദിച്ചിരിക്കുന്നത് റസാലത്ത് നേരിയമംഗലത്ത് നിന്നും. സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും കുടുംബത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഹറാമ് നമ്മൾ ഹലാലാക്കരുത്. ഹറാമ് തന്നെയാണ്. നിക്കാഹിലൂടെ ഭർത്താവ് മാത്രമാണ് ഈ പെണ്ണിന് അനുവദനീയമായിരിക്കുന്നത്. അത്യാവശ്യമാണെങ്കിലും അത്യന്താപേക്ഷിതമാണെങ്കിലും എത്ര വലിയ സീരിയസ് ഡേഞ്ചർ കേസാണെങ്കിലും ഹറാമിൽ പെടാതെ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് കൊള്ളാം. ഒരുപാട് കുടുംബത്തിൽ അങ്ങനെ നടക്കുന്നുണ്ട്. ഈ ഒരു ചോദ്യം വന്നതുകൊണ്ട് ഞാൻ പറയാണ്, ഒരുപാട് കുടുംബത്തിൽ നടക്കുന്നുണ്ട്. ഒരുമിച്ച് അങ്ങനെ യാത്ര ചെയ്യുക, ഭർത്താവിൻ്റെ അനുജൻ്റെ കൂടെ പോവുക, പിന്നെ ഭർത്താവ് പെണ്ണിൻ്റെ അനിയത്തിൻ്റെ കൂടെ പോവുക, അങ്ങനെ യാത്ര സജീവമാണ്. പക്ഷേ അതിൽ എവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? എവിടെയാണ് ഒരു ഹറാമിൻ്റെ ഒരു ചെറിയ തുമ്പ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കൊണ്ടുവരുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ഒരിക്കലും നമ്മൾ അതിന് മെനക്കെടരുത്. 99% എന്നല്ല 100% അത്തരം അവസ്ഥകളിൽ നിന്ന് നമ്മൾ മാറി തന്നെ നിൽക്കണം. അങ്ങനെ ഒരു ശക്തമായ നിലപാടെടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വലിയ വിജയവും നേട്ടവും ഉണ്ടാവുക. ഇല്ലെങ്കിൽ അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഉംറയ്ക്കൊക്കെ പോകുന്ന പോലെ ഒരുപാട് ആളുകൾ ഉണ്ടാവുക. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന വിഷയമാണ് ഈ പറയുന്നത്. ഒരു അന്യ സ്ത്രീയും ഒരു അന്യ പുരുഷനും തമ്മിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന കാര്യം പറയാം. ഇപ്പോൾ വാഹനത്തിൻ്റെ അകത്ത് ബന്ധുക്കളൊക്കെ ഉണ്ട്, ഉമ്മ ഉണ്ട്, ഉപ്പ ഉണ്ട്, അല്ലെങ്കിൽ അനുജനുണ്ട്, ഡ്രൈവറുണ്ട്, മറ്റാൾക്കാരുണ്ട്. അങ്ങനെ ഒരുമിച്ചൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നം വരില്ല. അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ വളരെയേറെ ശ്രദ്ധിക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞ കാര്യമാണല്ലോ, ഞാൻ ഏറ്റവും അധികം മനുഷ്യരെ വഴിതെറ്റിക്കുന്നത് അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവരിൽ മൂന്നാമതായി ഞാൻ കയറിയിട്ട് അവർക്കിടയിൽ പ്രശ്നമുണ്ടാക്കുമെന്നാണ്. റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നത് സ്ത്രീകൾക്ക് ഒരു ഫാഷനാണല്ലോ. അതിൽ ചില ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നും അറിഞ്ഞു. അത് ഉപയോഗിച്ചുണ്ടാക്കുന്ന കേക്ക് കഴിക്കാമോ? ചോദിച്ചിരിക്കുന്നത് മുനവ്വറാണ്, ആലപ്പുഴ നിന്നും. കേക്ക് പലതരത്തിലുണ്ടാക്കാം. സാധാരണ നോർമൽ രീതിയിൽ സാധാരണ മാവ്, സാധാരണ അതിൽ ഉപയോഗിക്കുന്ന ചേർക്കുന്ന ചേരുവകൾ, ചെറിയ കളർ പൊടിയൊക്കെ ഉണ്ടാവും. അതൊക്കെ ആകുമ്പോഴാണ് കേക്കാവുക. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്യുന്ന കേക്കുകളുണ്ട്. പിന്നെ ലഹരി പദാർത്ഥങ്ങളുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ ചോദ്യകർത്താവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ കേക്ക് കഴിക്കുമ്പോൾ അത് പരിശോധിക്കണം. തനിച്ച ലഹരി വരുന്നത് ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ചിലതിലൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടാവാം, അറിയില്ല. ചില കേക്കുകൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കേക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക. ഏതെങ്കിലും കേക്കിൻ്റെ ഡീറ്റെയിലൊക്കെ വരുമ്പോൾ നമ്മളതിൽ വായിച്ച് നോക്കണം ലഹരിയുടെ വല്ലതും ഉണ്ടോയെന്ന്. അല്ലെങ്കിൽ കേക്കിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് വരുന്ന വീഡിയോസുകളിൽ നമ്മളത് നോക്കണം. എന്നിട്ട് അതില്ലാത്തത് മാത്രം ഉണ്ടാക്കുക, അതില്ലാത്തത് മാത്രം കഴിക്കുക, അതില്ലാത്തത് മാത്രം പ്രചരിപ്പിക്കുക. കുട്ടികൾ കളിക്കുന്ന കുഞ്ഞു വാഹനങ്ങളിൽ അവർ കയറുമ്പോഴും പറയേണ്ട ദിക്റുകൾ പറയിപ്പിക്കണമോ? ചോദിച്ചിരിക്കുന്നത് സുലേഖ ബീവിയാണ്, ഇടവ നിന്നു. സാധാരണ നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ പറയുന്ന ദിക്റുകൾ, അത് കുഞ്ഞു കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടമാകുന്ന വാഹനത്തിൽ അവർ കയറിയിരിക്കുമല്ലോ, സൈക്കിളാവട്ടെ കുഞ്ഞു കാറാവട്ടെ, അതിൽ പറയണമെന്ന് ചോദിച്ചാൽ പറയലെങ്ങനെ, അതിൽ പറയൽ സുന്നത്തായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ അത് മക്കൾക്ക് ശീലമാകാൻ വേണ്ടി അവർ കയറിയിരിക്കുമ്പോൾ സുബ്ഹാനല്ലദീ സഖറലന എന്ന് പറഞ്ഞ് ശീലമാക്കാൻ വേണ്ടി അത് വളരെയധികം ഉപകാരമാണ്. അപ്പോൾ അതിനകത്ത് കയറുമ്പോൾ ഇപ്പോൾ അൽബിർ ഇസ്ലാമിക് പ്രീ സ്കൂളിലൊക്കെ മക്കൾക്ക് കളിക്കാൻ വേണ്ടി കളിപ്പാട്ടം വാങ്ങിയിട്ട് കൊടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞുകൊണ്ട് കളിക്കുന്നു. അതുപോലെ സൈക്കിൾ വിട്ടാൻ വേണ്ടി കയറിക്കുമ്പോൾ സുബ്ഹാനല്ലദീ പറയണ്ടേ. അപ്പോൾ അതൊരു ശീലമാകും. നാളെ ഭാവിയിൽ അവർക്ക് അവരുടെ വലിയ വാഹനങ്ങളിലേക്ക് അവർ കയറുമ്പോൾ, അല്ലെങ്കിൽ ഉപ്പാൻ്റെ കൂടെ ഉമ്മാൻ്റെ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി വാഹനത്തിൽ കയറുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ദിക്ർ പറഞ്ഞ് ശീലമാക്കാൻ അതൊരു വലിയ ഉപകാരമാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ചെടികൾ വീട്ടിൽ നട്ടു വളർത്തുന്നതിൽ ഇസ്ലാമിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അതിന് നമുക്ക് പ്രതിഫലം കിട്ടുമെന്ന് പറയുന്നത് ശരിയാണ്? ചോദിച്ചിരിക്കുന്നത് റീന കബീർ, മൂവാറ്റുപുഴ നിന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെടികളെ സ്നേഹിച്ചിരുന്നു, സസ്യങ്ങളെ സ്നേഹിച്ചിരുന്നു. ഖിയാമത്ത് നാളായി ഒരാളുടെ കയ്യിൽ ഒരു ചെറിയ ചെടിയുടെ തൈ ഇരിക്കുകയാണെങ്കിൽ അത് എത്തുന്നതിന് മുമ്പ്, ആ മരണം എത്തുന്നതിന് മുമ്പ് അത് നീ നടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇതിന് ഒരുപാട് കൂലിയുണ്ട്. ഇതിന് വെള്ളമൊഴിക്കുക, അതുകൊണ്ട് ഒരുപാട് നേട്ടമുണ്ട്. അത് വളരുമ്പോൾ അതിൻ്റെ ഗുണം നമുക്കുണ്ടാവും. പിന്നെ ശാസ്ത്രീയമായിട്ട് ചെടികളും വൃക്ഷങ്ങളും ഒക്കെ വളരുമ്പോൾ അതിന് വലിയധികം പ്രതിഫലമുണ്ട്. ഈ
ഏതെങ്കിലും ഒരു ദിവസം മക്കളൊത്ത് ഇങ്ങനെ ചെടി നടന്ന ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടാൽ മാത്രം പോരാ. അതിന് വളവും കൊടുത്തിട്ട്, വെള്ളവും വളവും കൊടുത്തിട്ട് അതിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം കൂടി നടത്തണം. വളരെ നല്ലതാണ്, വളരെയേറെ ഗുണമുണ്ട്, പ്രതിഫലം കിട്ടും, പരലോകത്ത് വരെ ഗുണം കിട്ടും. തണൽ മരത്തിനും മാത്രമല്ല, ഈ ഫലം കായ്ക്കുന്ന ചെറിയ ചെറിയ ചെടികളൊക്കെ നട്ടു വളർത്തിയാൽ അതിൽ ഏതെങ്കിലും കിളികൾ വന്നിരുന്ന് കഴിച്ചാൽ പോലും അതുകൊണ്ട് വലിയ ഗുണവും നേട്ടവും നമുക്കുണ്ടാവും. അള്ളാഹു അതൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ. നന്മ, നമ്മൾ ചെയ്യുന്ന നന്മകൾ അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് സംശയമാണ്. അപ്പോൾ സ്വീകരിക്കുന്ന നന്മകളായി നമ്മൾ ചെയ്യുന്ന നന്മകളെ മാറ്റാനുള്ള ഒരു ദുആ. ഇപ്പോൾ നമ്മൾ സ്വതക്ക ചെയ്യുന്നു, 2 റക്അത്ത് നിസ്കരിക്കുന്നു, ഒരാളെ നമ്മൾ സഹായിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യുന്നു. അപ്പോൾ ഈ നന്മകൾ അള്ളാഹ് സ്വീകരിക്കുന്ന നന്മയാകാൻ ഒരു പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ എല്ലാ നന്മകളും അള്ളാഹു സ്വീകരിക്കുമ്പോൾ പരലോകത്ത് നിന്ന് നമ്മുടെ കിതാബ് നോക്കുമ്പോൾ നന്മകളുടെ ഒരു വലിയ കലവറ തന്നെയായി ആ കിതാബ് മാറും. അതിനുള്ള ഒരു ദുആയാണ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ർസുഖ്നി ഹസനതൻ തഖബ്ബൽഹാ മിന്നി വസക്കിഹാ വലഇഫ്ഹാ യാ റഹ്മാനദ് ദുനിയാ വൽ ആഖിറ. അല്ലാഹുമ്മ ർസുഖ്നി ഹസനതൻ, പടച്ചവനെ എനിക്ക് നീ നന്മ തരണേ അല്ലാ. തഖബ്ബൽഹാ മിന്നി, എന്നിൽ നിന്ന് ആ നന്മ നീ സ്വീകരിക്കുന്നു, അങ്ങനെയുള്ള നന്മ. എന്നിൽ നിന്ന് ആ നന്മ നീ സ്വീകരിക്കുന്നു, അങ്ങനെയുള്ള നന്മ. അല്ലാഹുമ്മ ർസുഖ്നി ഹസനതൻ തഖബ്ബൽഹാ മിന്നി, എന്നിൽ നിന്ന് സ്വീകരിക്കുന്ന നന്മ എനിക്ക് തരണേ അല്ലാ. വസക്കിഹാ വലഇഫ്ഹാ, വസക്കിഹാ എന്ന് പറഞ്ഞാൽ ആ നന്മയെ നീ കുറച്ചുകൂടി നന്നാക്കണം. എനിക്ക് തരുമ്പോൾ എങ്ങനെയായിരുന്നു അതിനേക്കാൾ കുറച്ചുകൂടി ആ നന്മയെ നീ ഒന്ന് നന്നാക്കണം. വലഇഫ്ഹാ എന്ന് പറഞ്ഞാൽ ആ നന്മയെ നീ ഇരട്ടിയാക്കണം. ഞാൻ 10 രൂപയാണ് ഒരാൾക്ക് കൊടുത്തതെങ്കിൽ 20 രൂപയുടെ കൂലി നീ എനിക്ക് തരണം. ഞാൻ 50 രൂപയാണ് ഒരു സാധുവിനെ സഹായിച്ചതെങ്കിൽ 100 രൂപ സഹായിച്ച കൂലി നീ എനിക്ക് തരണം. അതാണ് വലഇഫ്ഹാ. അതിൻ്റെ പ്രതിഫലത്തെ നീ ഇരട്ടിയാക്കണം. യാ റഹ്മാനദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും റഹ്മാനായ റബ്ബേ. അല്ലാഹുമ്മ ർസുഖ്നി ഹസനതൻ തഖബ്ബൽഹാ മിന്നി വസക്കിഹാ വലഇഫ്ഹാ യാ റഹ്മാനദ് ദുനിയാ വൽ ആഖിറ. ഒരു പ്രാവശ്യം കൂടി പറയാം, തെറ്റുണ്ടോ എന്ന് പരിശോധിക്കുക. അല്ലാഹുമ്മ ർസുഖ്നി ഹസനതൻ തഖബ്ബൽഹാ മിന്നി വസക്കിഹാ വലഇഫ്ഹാ യാ റഹ്മാനദ് ദുനിയാ വൽ ആഖിറ. അല്ലാഹു പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് തരട്ടെ.